ഈദ് മുബാറക്. ഈദ് ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുട്ടിക്കാലവും നല്ല പുത്തനെടുപ്പും ആ ഒരു ദമ്മ് പൊട്ടിക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ടൈമൊക്കെയാണ് അല്ലേ. മാത്രമല്ല നല്ല പാട്ടുകളാണ് മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും റേഡിയോസിലൂടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്കാണ് പോകാൻ പോകുന്നത്. പാട്ടൊക്കെ പാടി കിസ്സയൊക്കെ പറഞ്ഞ് വെള്ളിയെഴുന്നാൾ പൊലിവും പാട്ടും കിസ്സയും. കൊള്ളാല്ലേ, നല്ല പാട്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു പാട്ടിലേക്ക് പോകാം. കഴുത്തന്റെ തരുക്കു ബാപ്പാ, ഉടയോ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോ, ഏത്തം സുഖമെന്നെ മനസ്സിനെ പോ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോ, ഏറ്റം സുഖമെന്റെ മനസ്സിനെ പോ. നേരം കളയാതെ അരുക്ക് ബാപ്പാ, നീരെ പിടി വാഴ്വെച്ചരുക്ക് ബാപ്പാ. നേരം കളയാതെ അരുക്ക് ബാപ്പാ, നേരെ പിടി വാഴ്വെച്ചരുക്ക് ബാപ്പാ. ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ തക്ബീർ മുഴക്കി കൊണ്ടരുക്ക്
തക്ബീർ മുഴക്കി കൊണ്ടറുക്ക് ബാപ്പാ തൗഫീഖുടയോനോടടുക്ക് ബാപ്പാ ബലിപെരുന്നാൾ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ് ഇപ്പൊ കേട്ടത് അല്ലേ? അതെ, സംഗീത സാന്ദ്രമായ മറ്റൊരു പാട്ട്. ആ ഒരു പാട്ടിലേക്ക് പോയാലോ? അതെ, ആ പാട്ടിലേക്ക് പോവാം. മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുളിക്കാൻ എനിക്കിതാ ഹജ്ജിന്റെ രാവിൽ കവം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുബർക്കത്തിന് വാതിൽ കണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാണുമെന്നറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള അടുത്തൊരു പാട്ടിലേക്ക്. പാടുന്നു ജനകൊടിയടങ്ങലും മുടയുനടുക്കും ലക്ഷ്യം നീലായി ഒരുത്തത്തിലൊരുങ്ങിക്കൊണ്ടിച്ച പൊതി നടത്തും ഉള്ള തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് അതിമക്കത്തടങ്ങിടുന്നേ റബ്ബിൽ ഉതിർവൈത്ത് നടത്തിടുന്നേ കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും മുടയൊരടുക്കുന്നു ലക്ഷ്യം നീലായിട്ട് ഒരുക്കത്തിലൊരുങ്ങിക്കൊണ്ടിച്ച പൊതി നടക്കും ഉള്ള തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് അതിമക്കത്തടങ്ങിടുന്നേ റബ്ബിൽ ഉതിർവൈത്ത് നടത്തിടുന്നേ കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ. പല ദേശ പല ഭാഷ പല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം പല ദേശ പല ഭാഷ പല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം അഖിലരും അറിയുക വിളിച്ചൊര വിളിക്കിട്ട് അതിർപ്പത്തി തൽബിയത്തിൻ വചനങ്ങൾ ഉറവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് തണച്ചിൽ വിറച്ച് തുണച്ച് നയിച്ച പുരാനെ വിളിച്ച് വിണ്ടാണേ വിണ്ടാണേ ഗുണം പൂണ്ടാണേ ലബ്ബൈക
പെയ്ത പാടുന്നു ജനകൊടിയടങ്ങലും ഉടയൊനടക്കുന്നു ലക്ഷം നീലായിന്റെ ഒരുക്കത്തിലൊരുങ്ങിക്കൊണ്ട് ജപുതി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കത്തടങ്ങിടുന്നേ റബ്ബിൽ വൈത്ത് നടത്തിടുന്നേ കൽവിൽ പെരുത്ത മുഹബത്തോടെ ഉറത്തനെ തേടി വിണ്ടാണേ വിണ്ടാണേ ഗുണമൂണ്ടാണേ അപ്പൊ നമ്മുടെ കുട്ടിക്കുരുന്നുകളുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അടിപൊളി. അവർ ആ ഒരു വൈബ് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ മനസ്സിലുള്ള പല പാട്ടുകൾ ഈദെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ആ പാട്ടുകളിലേക്കും കൂടി കടക്കണം. എന്നാൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. സലാം ചൊല്ലി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്കേ വിളിയാളം നീ കേൾപ്പിക്കേ മലക്ക് സലാം ചൊല്ലി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്കേ വിളിയാളം നീ കേൾപ്പിക്കേ കാണാനും അത് കണ്ടെനിക്ക് മരിക്കാനും ശരീരമൊന്ന് കാണാനും അത് കണ്ടെനിക്ക് മരിക്കാനും എളിയ മൂറാദാസിലാക്കി കരുവണം യാറഹ്മാനേ കരുവണം യാ മന്നാനേ അറഫാ മലക്ക് സലാം ചൊല്ലി വാരി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്കേ വിളിയാളം നീ കേൾപ്പിക്കേ അറഫാ മലക്ക് സലാം ചൊല്ലി വാരി വരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്കേ വിളിയാളം നീ കേൾപ്പിക്കേ പുതുമാരൻ സമീറിന്റെ ഈ പറഞ്ഞ സമീറ. അതെ, നമ്മുടെ എല്ലാ സ്വന്തം പീർ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സമീറും ഫാമിലിയും കൂടി അടുത്ത പാട്ടിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബലിപ്പെരുന്നാളിന്റെ സന്ദേശവുമായിട്ട് അടുത്ത പാട്ട് ആസ്വദിക്കാം. ബലിപെരുന്നാളിന്റെ സന്ദേശവുമായി കുളയ്ത്തൂതുന്ന കാറ്റേ, പൊന്നും ചരിതം ചിരി തൂകിയുറങ്ങുന്ന മക്കമദീനം നീ കണ്ടോ? ബലിപെരുന്നാളിന്റെ
പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈദ് ഓർമ്മകളിലേക്ക് പോയാലോ? ഇനി ഈദ് ഓർമ്മകൾ. നമ്മുടെ ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരമായതും കുട്ടിക്കാലത്തെ ഓർമ്മകൾ തന്നെയാണ്. അതിലേറെ നിറമുള്ളത് പെരുന്നാളിൻ്റെ ഓർമ്മകൾ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് വളരെ മനോഹരമായിട്ടും വളരെ ആത്മനിർവൃത്തിയോടും കൂടിയായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ നാട്ടിൽ കളിച്ചു വളർന്ന ഓരോ സാഹചര്യങ്ങളും ഇന്ന് ഈ പ്രവാസ ലോകത്ത് താമസിക്കുമ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്നവരും അല്ലാതെ താമസിക്കുന്ന ഓരോ പ്രവാസിയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ പെരുന്നാളിനെ ആഘോഷിക്കാം. ബലിയിറക്കുന്നതിനെ പറ്റി ഉപ്പ മകനോട് പറയുമ്പോൾ ഉപ്പാടുള്ള സ്നേഹം കൊണ്ട് ഉപ്പാടെ തീരുമാനം നടപ്പിലാക്കുമെന്ന് പറയുന്ന മകനും ആ രണ്ടുപേരുടെയും ആത്മബന്ധത്തിൻ്റെ കഥ കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായി ഈ ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മൈലാഞ്ചിയുടെ മണമാണ്. തലേദിവസം രാത്രി മൈലാഞ്ചിയൊക്കെ ഇട്ട്, ഇന്നത്തെ പോലെ അല്ലല്ലോ, ഫോണുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. മൈലാഞ്ചിയൊക്കെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ആ മൈലാഞ്ചിയൊക്കെ കുടഞ്ഞ് കളഞ്ഞ് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തേക്കുമ്പോൾ മണക്കുന്നൊരു മണമുണ്ട്. അതാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. നാട്ടിലാവുമ്പോൾ നമ്മൾ ബന്ധുവീടുകളിലും നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീടുകളിലും ഒക്കെ പോയി ഈദ്ഗാഹും ഒക്കെ ആയിട്ട് ഒരുപാട് ആഘോഷങ്ങളാണ്. ഇവിടെ പ്രവാസ ലോകത്താണെങ്കിലും ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. വളരെ ബുദ്ധിമുട്ടും വളരെ കഷ്ടപ്പാടും നിറഞ്ഞ പല ആളുകളും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഓർമ്മകളും മറന്നുകൊണ്ട്, എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് എല്ലാവരും നല്ലൊരു ഈദ് മുബാറക്. ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. സന്തോഷത്തോടെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഏവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ബലിപെരുന്നാൾ ആശംസകൾ. ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ഈദ് ഓർമ്മകൾ.